ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അങ്ങനെ എൻ്റെ കഥയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. അങ്ങനെ ഒരു ദിവസം ഞാനൊരു കോഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കോഴ്സ് പെയിൻറ്റിങ് പഠിക്കാനാണ് ശരിക്കും പോയത്. അപ്പോൾ വീട്ടിലിരുന്ന് ഇങ്ങനെ മടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ ആ കോഴ്സ് പെയിൻറ്റിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഒരു ഫ്ലാറ്റായിരുന്നു. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്ന ഒരു ഫ്ലാറ്റ്. ഈ നെറ്റിൽ നോക്കിയിട്ട് കണ്ടിട്ട് അങ്ങനെ പോയത്. അപ്പോൾ ആ ഫ്ലാറ്റിനകത്ത് ഒരു ചേച്ചി അവിടെ പെയിൻറ്റിങ്, പിന്നെ ജ്വല്ലറി മേക്കിംഗ്, പിന്നെ ടെറാക്കോട്ട മേക്കിംഗ്, ഇങ്ങനത്തെ കുറേ വേറെ എംബ്രോയ്ഡറി വർക്ക് അങ്ങനത്തെ ഒക്കെ അവിടെ പുറത്ത് ഫ്ലാറ്റിൻ്റെ കുറച്ച് സെക്കൻഡ് ഫ്ലോറിൽ അങ്ങനെ എന്തോ ആണ്. അവിടെ ഒരു കലൂരായിരുന്നു അത്, എറണാകുളത്ത്. അപ്പോൾ അവിടെ അതിൻ്റെ സെറ്റപ്പൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പെയിൻറ്റിങ്ങിന് പോയ ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പം ഇതൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ജ്വല്ലറി മേക്കിംഗ് പഠിക്കണം എന്ന് ഒരാഗ്രഹമായി. അങ്ങനെ പെയിൻറ്റിങ് വിട്ട് ജ്വല്ലറി മേക്കിങ്ങിലേക്ക് കടന്നു. അപ്പോൾ 5000 രൂപ കൊടുത്താണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അങ്ങനെ ജ്വല്ലറി മേക്കിങ് മോള് രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഒരു 2-3 മണിക്കൂർ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിങ്ങനെ ഒരു 2 മാസം വരെ ഇങ്ങനെ പഠിച്ച് മുത്തൊക്കെ വെച്ചിട്ടായിരുന്നു. മുത്തൊക്കെ ടെറാക്കോട്ടയിൽ ഉണ്ടായിരുന്നില്ല, അതിന് എക്സ്ട്രാ പൈസ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതുണ്ടായിരുന്നില്ല. പേപ്പർ ജ്വല്ലറി മേക്കിംഗ് ഉണ്ടായിരുന്നു. പേപ്പർ കൂടാതെ മുത്ത് കൊണ്ടുള്ളത്, മുത്ത് നൂല് സൂചി വെച്ചിട്ടുള്ള ഒരു വേറെ ടൈപ്പ്, അതിപ്പോൾ ഞാൻ കാണിക്കാം. വേറെ ടൈപ്പ് ഒരു ജ്വല്ലറി മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ നെക്ലേസ്, ലോങ് ചെയിന്, ബാംഗിൾസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരുന്നു. പിന്നെ ഇത് പേപ്പർ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ സാധാരണ പലർക്കും അറിയാൻ പറ്റുന്ന ഒരു നേരത്തെ ഒരു കളർ പേപ്പർ ഉണ്ട്. അപ്പോൾ ആ പേപ്പർ അല്ലാതെ വേറെ ഒരു ചാർട്ട് പേപ്പർ, ഒരു കട്ടിയുള്ള പേപ്പർ ഉണ്ട്. അപ്പോൾ അത് വെച്ച് ചെയ്യാനും ഇങ്ങനെ പല വെറൈറ്റി ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞ് അതിലൂടെ ഏൺ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കമ്മൽ തന്നെ ഞാൻ വെറൈറ്റി ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ഫ്ലാറ്റിലുള്ള അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ടീച്ചർമാരായിരിക്കാം, സ്റ്റുഡൻസ് ആയിരിക്കാം, അങ്ങനെ പല ആൾക്കാരുണ്ടാവുമല്ലോ. അവർ വേണമെന്ന് പറയും. അങ്ങനെ അവരെ കയ്യിൽ നിന്ന് ഓർഡർ കിട്ടി തുടങ്ങി. അപ്പോൾ അവരിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം അവർ വന്നിട്ട് പറയും നല്ല ഭംഗിയുണ്ട്, ഒരു 25 ഓർഡർ, 50 ഓർഡർ അങ്ങനെയൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതും മെനക്കെട്ടിരുന്ന് ചെയ്ത് അങ്ങനെ അതും വീട്ടിലിരുന്ന് തന്നെയായിരുന്നു, പുറത്ത് പോയിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു മീഷോയിൽ ഒരു വർക്കിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു വീട്ടിലിരുന്നായിരുന്നു. അപ്പോൾ ഇതും വീട്ടിലിരുന്ന് തന്നെ, പക്ഷേ പഠിക്കാൻ കുറച്ച് നാൾ പുറത്ത് പോയി എന്നുള്ളത് പിന്നെയും വീട്ടിലിരുന്നുള്ള ഒരു ബിസിനസ് തന്നെയായിരുന്നു. അപ്പോൾ അതെൻ്റെ ആദ്യത്തെ ഒരു സംരംഭം എന്ന് പറയാം. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് അതിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയായിരുന്നു എൻ്റെ സെക്കൻഡ് ഏണിംഗ് എന്ന് പറയുന്നത്, മാല ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പാലാരിവട്ടത്ത് നമ്മൾ താമസിച്ച എവിടെയായിരുന്നു. അപ്പോൾ പാലാരിവട്ടത്ത് കുറച്ച് വലിയ കടകളിൽ, മാളുകളിലൊക്കെ ഞാൻ എൻ്റെ ഡിസ്പ്ലേക്ക് വെക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഡിസ്പ്ലേക്ക് വെക്കും. അപ്പോൾ അവർ പറയും ഇടയ്ക്ക് വന്നൊന്ന് ചെക്ക് ചെയ്യണം, നമ്മൾ ഇത് എത്രത്തോളം തീർന്നു, ആർക്ക് വാങ്ങിക്കുന്നുണ്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ അവിടേക്ക് നമ്മൾ ഡിസ്പ്ലേ വെച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് കാണാൻ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടിയിരിക്കും. ജ്വല്ലറി വെറൈറ്റി ആയതുകൊണ്ടായിരിക്കാം കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ കോളേജ് കുട്ടികളൊക്കെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഞാൻ കേട്ടു, നല്ല ഭംഗിയുണ്ട്, വെറൈറ്റിയാണ്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം ഞാൻ തന്നെ ചെയ്തത്, അവർക്കറിയില്ലല്ലോ ഞാനാണ് ചെയ്തതെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അവർ പരസ്പരം ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, അത് നല്ല ഭംഗിയുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ല, വെറൈറ്റിയാണ്, ഇങ്ങനെയൊക്കെ അവരിങ്ങനെ പരസ്പരം പറയുമ്പോൾ നല്ല ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ആ ഒരു മൂമെൻറ്റ്, അവർ പറയുന്നതൊക്കെ നല്ലോണം ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പം. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ 2 പ്രാവശ്യം ഇങ്ങനെ ചെക്കിങ്ങിന് പോകും. അവർ പറയും ചെക്കിങ്ങിന് വരണം, എത്രത്തോളം തീരുന്നുണ്ട്. അപ്പോൾ അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് കുറച്ച് വില കൂട്ടി വിൽക്കണം എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മീഷോന്ന് 10 രൂപയുടെ സാധനമൊക്കെ വാങ്ങിക്കുന്ന പോലെ 50 രൂപ സാധനം വാങ്ങിച്ചാൽ 60 രൂപ, 65 രൂപ അങ്ങനെയൊക്കെ. ഇത് ചിന്താവിഷ്ടേശ ആംബ്ലയിൽ പറയുന്ന പോലെ എന്താ ശുദ്ധ മനസ്സിന് ബിസിനസ് പറ്റൂല എന്ന് പറയുന്നില്ലേ, അതുപോലത്തെ എത്രയാണെങ്കിലും എനിക്ക് കൂട്ടിയിടാൻ അങ്ങനെ പറ്റുന്നില്ല. എത്ര ആലോചിച്ചാലും
ഞാൻ മാർജിൻ വളരെ ഞാൻ ഒരു 20 രൂപയുടെ സാധനമാണെങ്കിൽ 30 രൂപ എന്ന് വിൽക്കും, അല്ലെങ്കിൽ 35 രൂപ അത്രയൊക്കെയാണ് ഞാൻ വിൽക്കുന്നുണ്ട്. 10 രൂപ കൂട്ടിയോ അല്ലെങ്കിൽ 5 രൂപ കൂട്ടിയോ. ഭയങ്കര പേടിയെന്നല്ല, അത് ഇടാൻ തോന്നുന്നില്ല. ഓ ഇത്ര വിലക്ക് മതി. അപ്പോൾ അവർ പറഞ്ഞു ഈ വിലക്ക് ഇട്ടാൽ നിങ്ങൾക്കൊന്നും പറ്റില്ല, കാരണം അവർക്കും ചെറിയൊരു മാർജിൻ എടുക്കും. അത് കഴിഞ്ഞിട്ടുള്ളതാണ് എനിക്ക് തരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ചും കൂടെ വില കൂട്ടിയിട്ടിട്ട് കൊണ്ടുവരണം. അങ്ങനെ കുറച്ചും കൂടെ വില കൂട്ടിയിട്ടിട്ടാണ് ഞാൻ അവിടേക്ക് കൊടുത്തിരുന്നത്, ഈ ഡിസ്പ്ലേക്ക് വെക്കാനുള്ളത്. അപ്പോൾ അത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അവിടെ പുറത്ത് ഒരു നോട്ടീസ് ഒട്ടിച്ചിരുന്നു, നിങ്ങളുടെ പ്രോഡക്റ്റുകൾ നമ്മളിവിടെ 2 ആഴ്ചത്തേക്ക് സെയിലിന് വയ്ക്കാം. ഇങ്ങനെ നോട്ടീസ് ഇട്ടത് കൊണ്ട് അവരോട് ചോദിച്ചിട്ട് അങ്ങനെ എൻ്റെ ഓർണമെൻറ്റ്സൊക്കെ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അവിടുന്ന് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ ഇതൊക്കെ കാണിക്കാം, ഏത് ടൈപ്പാണ് ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണിക്കാം. ഓക്കെ, ബൈ.